കഴിഞ്ഞ വർഷം അതായത് ഏപ്രിൽ 22-നാണ് ജമ്മു കാശ്മീരിനെ മൊത്തത്തിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഒരു വലിയൊരു ഭീകരാക്രമണം ഉണ്ടായത്. ഇപ്പോൾ അതിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അഥവാ NIA അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഈ ഒരു ഭീകരാക്രമണം തടയാമായിരുന്നു എന്ന് NIA ആ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. കാരണം കാശ്മീരി ഗൈഡുകൾ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഈ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ ലഷ്കർ ഇ തോയ്ബ അതോടൊപ്പം തന്നെ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനകളുടെ ആൾക്കാർക്ക് അവർക്ക് താമസിക്കാനും ഭക്ഷണത്തിനും വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവർ ഈ പഹൽഗാം ആക്രമിക്കാനായിട്ട് പോകാനായിട്ട് അവിടുത്തെ ആ പഹൽഗാമിലെ വിനോദസഞ്ചാര മേഖലയിലെ തൊട്ടടുത്തായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒളിച്ചു നിൽക്കുന്നത് ഈ കാശ്മീരി ഗൈഡുകൾ കണ്ടിരുന്നു. എന്നിട്ട് ഇവർ ഇത് ജമ്മു കാശ്മീർ പോലീസിനെയോ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെയോ അറിയിക്കേണ്ടവരെ ഒന്നും തന്നെ ഇവർ അറിയിച്ചില്ല. അപ്പോൾ ഇവർ തീവ്രവാദികൾക്ക് നിരപരാധികളായ 25 വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർ ഒരുക്കി കൊടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ അവിടെ ഒരു കാശ്മീരി യുവാവുണ്ട്, അതായത് ഈ കുതിര സവാരിയൊക്കെ നടത്തുന്ന ഒരു കാശ്മീരി യുവാവുണ്ട്. അയാൾ മുസ്ലിമായിരുന്നു. അയാൾ വലിയ രീതിയിൽ തീവ്രവാദികളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. വിനോദസഞ്ചാരികളെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം പലതരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ തീവ്രവാദികൾ ആദ്യമൊന്നും ഈ കുതിരക്കാരനെ ഉപദ്രവിച്ചില്ല അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നില്ല. കാരണം ഇയാൾ മുസ്ലിമായിരുന്നു. തീവ്രവാദികളുടെ ലക്ഷ്യം ഹിന്ദുക്കളെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമണം നടത്തുക, എന്നിട്ട് രാജ്യത്തൊരു ഹിന്ദു മുസ്ലിം കലാപം സൃഷ്ടിക്കുക, അതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷെ അത് ഇവരുടെ പദ്ധതി ഇന്ത്യയിൽ പ്രാബദ്ധമായില്ല, അല്ലെങ്കിൽ ആ പദ്ധതി ഇന്ത്യയിൽ വിജയിച്ചില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ NIAയുടെ റിപ്പോർട്ടിലെ 2ാം ഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഭീകരാക്രമണം എല്ലാം തന്നെ നിയന്ത്രിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളാണ് എന്ന് ആണ് NIA ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ നിരോധിച്ച ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നിവർ ചേർന്നാണ് ഈ വലിയ ഗൂഢാലോചന നടത്തിയത്. ജമ്മു കാശ്മീരിൽ 370 ആർട്ടിക്കിൾ റദ്ദാക്കിയതിനു ശേഷമാണ് ഈ ലഷ്കർ ഇ തോയ്ബയുടെ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഒരു സഹോദര ഗ്രൂപ്പ് അവിടെ പാകിസ്ഥാനിൽ ഉടലെടുക്കുന്നത്. ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഭീകരർ അവിടെ ആ പഹൽഗാമിലെ പുൽത്തടിൽ ഒളിച്ചിരുന്നുകൊണ്ട് ചിക്കൻ ബിരിയാണി കഴിച്ചു എന്ന ഒരു വിവരവും കൂടെ NIA പങ്കുവെക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർ വിനോദസഞ്ചാരികളുടെ അടുത്തേക്ക് പോകുന്നു, കൽമ ചൊല്ലാൻ പറയുന്നു, അത് അറിഞ്ഞൂടാത്തവരെ വെടിവെച്ച് കൊല്ലുന്നു, മുസ്ലിം ആണോ എന്ന് ചോദിക്കുന്നു, മുസ്ലിമായവരെ വെറുതെ വിടുന്നു, ജീവനോടെ വിടുന്നു, ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ച് കൊല്ലുന്നു. ഈ ആക്രമണമെല്ലാം നടന്നതിന് ശേഷം, അതായത് ഈ കൂട്ടക്കൊലയെല്ലാം നടന്നതിന് ശേഷം ഈ തീവ്രവാദികൾ ആകാശത്തേക്ക് വെടിവെച്ച് ഇവരുടെ വിജയം ആഘോഷിക്കുകയാണ് ചെയ്തത് എന്നാണ് NIA ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ കസൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ കമാൻഡർ സാജിദ് സെയ്ഫുള്ള ജാട്ട് എന്ന ലങ്കഡയാണ് ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ. അതായത് ഇദ്ദേഹത്തിന്റെ ഈ സാജിദ് ജാട്ടിന്റെ ഒരു കാലിന് മുടന്തലുണ്ട്, അതുകൊണ്ടാണ് ഇയാളെ ലങ്കഡ എന്ന് പറയുന്നത്. ഇയാൾ ഈ കുറച്ചു മാസത്തിന് മുമ്പേ കാശ്മീരിൽ അദ്ദേഹത്തിന്റെ തലമുടി ഒന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരുന്നു. അതും NIA പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ സാജിദ് ജാട്ടിനെ പിടിച്ച് ഇപ്പോൾ ജമ്മു കാശ്മീർ പോലീസ് തന്നെ പിടിച്ച് NIAയുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഈ ജാട്ടിന്റെ മുടി ഒന്ന് പരിശോധിച്ചപ്പോഴാണ് നേരത്തെ ഉണ്ടായിരുന്ന തലമുടിയല്ല ഇപ്പോഴത്തെ തലമുടി, അതിന്റെ DNA-യിലും സ്കിന്നിലും ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജാട്ട് പറഞ്ഞത്, ഞാൻ എന്റെ മുടി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു എന്ന്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 15-നാണ് ഇയാൾ പാകിസ്ഥാനിൽ നിന്നും 3 ഭീകരർക്ക് പഹൽഗാമിലെ ബൈസാരൻ പുൽത്തഗഡിലൂടെ ടെലിലൊക്കേഷൻ കോർഡിനേറ്ററുകൾ അയച്ചു നൽകിയായിരുന്നു. ഇതിനായി ആൽഫൻ ക്വിസ്റ്റ് എന്ന ആപ്പാണ് ഇയാൾ ഉപയോഗിച്ചത്. കൂടാതെ ഫൈസൽ ജാട്ട്, ഹബീബ് താഹിർ, ഹംസ അഫ്ഗാനി എന്നീ 3 പാകിസ്ഥാൻ സ്വദേശികളായ ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇവർ പിന്നീട് രക്ഷാസേന, അതായത് സുരക്ഷാ സൈന്യമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇവരെ കൊല്ലപ്പെടുത്താൻ വേണ്ടി, അതായത് ഇവരെ കൊല്ലാൻ വേണ്ടി ഓപ്പറേഷൻ മഹാദേവ് എന്ന ഒരു ഓപ്പറേഷനും ഇന്ത്യൻ സൈന്യം നടത്തുകയുണ്ടായി. ആ ഓപ്പറേഷനിലാണ് ഇവർ മരിച്ചത്. ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇവർ ഇരകളുടെ മതസ്വത്വം ചോദിച്ചറിഞ്ഞ് ബോധപൂർവം ലക്ഷ്യം വയ്ക്കുകയായിരുന്നു എന്നാണ് കുറ്റപത്രത്തിലുള്ളത്. സൗത്ത് സിപ്പ് ലൈൻ വഴിയും മെയിൻ ഗേറ്റ് വഴിയും ഒരേ സമയം ആക്രമണം നടത്തി വിനോദസഞ്ചാരികളെ ഒരു കിൽ സോണിനുള്ളിൽ കുടുക്കുകയായിരുന്നു ഇവരുടെ പ്രധാന ലക്ഷ്യം. ഭീകരരിൽ നിന്ന് പിടിച്ചെടുത്ത 2 മൊബൈൽ ഫോണുകളിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നുമാണ് പാകിസ്ഥാന്റെ പങ്ക് NIA കൃത്യമായി ഇപ്പോൾ കണ്ടെത്തിയത്. ഭീകരർ ഉപയോഗിച്ച ഫോണുകൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിയതാണെന്നും ഇതിനായി ഉപയോഗിച്ച IP അഡ്രസ്സുകൾ റാവൽപിണ്ടി
ഖൈബർ പക്ത്വ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് NIA പറയുന്നത്. കൂടാതെ ആക്രമണം നടത്തിയ ഫൈസൽ ജാട്ട് എന്ന ഭീകരൻ ധരിച്ചിരുന്ന ഗോപോ ക്യാമറയും അതിലെ ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ ഇതേ ഭീകരൻ തന്നെയാണ് 2024 ഒക്ടോബറിൽ ശ്രീനഗർ ലേ ദേശീയപാതയിൽ നടന്ന ഭീകരാക്രമണത്തിലും പങ്കെടുത്തതെന്ന് NIA സ്ഥിരീകരിക്കുകയാണ്. ആക്രമണത്തിന് മുമ്പ് ഭീകരർക്ക് തദ്ദേശീയമായി താമസ സൗകര്യവും ഭക്ഷണവും നൽകി സഹായിച്ച ബഷീർ അഹമ്മദ്, പർവേസ് അഹമ്മദ് എന്നീ കാശ്മീരി സ്വദേശികളെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, അതോടൊപ്പം തന്നെ കൊലപാതകം, UAPA തുടങ്ങിയ കടുത്ത വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ NIA ചുമത്തിയിട്ടുള്ളത്.